ഇനി നമ്മൾ കോഴിക്കോട് ജില്ലയിലേക്കാണ് പോകുന്നത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായുണ്ട്. രാഹുൽ, കോഴിക്കോട് നമുക്കറിയാം സിറ്റിംഗ് എം പി എം കെ രാഘവനൊപ്പം തന്നെ ഒരു തൊഴിലാളി നേതാവാണ്. മുതിർന്ന നേതാവിനെ എളമരം കരീമിനെ LDF ഫീൽഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം MT രമേശിനെ പോലെയുള്ള കരുത്തനായ സ്ഥാനാർത്ഥിയെ NDAയും നിർത്തിയിരിക്കുന്നു. ഇതിൽ CA അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അതിൽ ഏത് തരത്തിലേക്ക് അതിൽ നേട്ടം കൊയ്യാമെന്നതാണ് മൂന്ന് മുന്നണികളുടെയും പ്രതീക്ഷ. മറ്റെന്തൊക്കെ വിഷയങ്ങൾ അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഏറ്റവും ശക്തമായി ഉപയോഗിക്കുന്നു? അനുജ, കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് MP-മാർ തമ്മിലുള്ള മത്സരമായി മാറുകയാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. നിലവിലെ സിറ്റിംഗ് MP കൂടിയായ MK രാഘവനാണ് UDF-ന് വേണ്ടി കളത്തിലിറങ്ങുന്നത്. LDF-ന് വേണ്ടി നിലവിലെ രാജ്യസഭാ MP കൂടിയായ എളമരം കരീം രംഗത്തിറങ്ങുന്നു. BJP-ക്ക് വേണ്ടി മുതിർന്ന BJP നേതാവ് കൂടിയായ MT രമേശാണ് എത്തുന്നത്. UDF-നെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. 2009-ലാണ് MK രാഘവൻ ആദ്യമായി ജയിക്കുന്നത്. 800-ലധികം വോട്ടിനായിരുന്നു അന്ന് അവർ ജയിച്ചിരുന്നെങ്കിൽ MK രാഘവൻ ഇപ്പോൾ അത് 85,000-ൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം വലിയ ആത്മവിശ്വാസത്തിലാണ് MK രാഘവൻ നിലവിൽ മണ്ഡലത്തിലുള്ളത്. LDF-നെ സംബന്ധിച്ചിടത്തോളം 7 നിയമസഭാ മണ്ഡലങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ ആകെയുള്ളത്. അതിൽ 6 മണ്ഡലങ്ങളും LDF ആണ് നിലവിൽ ജയിച്ചിരിക്കുന്നത്. കൊടുവള്ളി മാത്രമാണ് UDF-ന് MLA ഉള്ളത്. അതുകൊണ്ട് ആ മുൻതൂക്കം LDF-ന് തുണയാകുമെന്നാണ് LDF-ന്റെ പിന്തുണ. അതോടൊപ്പം തന്നെ 12% വോട്ടായിരുന്നു 2009-ൽ BJP ഉണ്ടായിരുന്നത്. പക്ഷേ 2019 എത്തുമ്പോൾ അത് 15% എത്തിക്കാൻ BJP-ക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വോട്ട് ശതമാനം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് BJP ഉള്ളത്. 35%-ഓളമാണ് ന്യൂനപക്ഷ വോട്ടുകൾ കോഴിക്കോട് മണ്ഡലത്തിലുള്ളത്. അതുകൊണ്ട് ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ ന്യൂനപക്ഷ വോട്ടുകൾക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണത്തിനായി LDF ശ്രമിക്കുന്നു എന്നാണ് UDF-ന്റെ ആരോപണം. പക്ഷേ LDF അതിനെ മറികടക്കുന്നത് പരാജയം മുന്നിൽ കണ്ടുള്ള ആരോപണം മാത്രമാണെന്നാണ്. എല്ലാ സ്ഥാനാർത്ഥികളും ഒരുപോലെ, അതായത് LDF-ന്റെ UDF-ന്റെ സ്ഥാനാർത്ഥികൾ ഒരുപോലെ പറയുന്നു CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മണ്ഡലത്തിൽ ചർച്ചയാകുമെന്ന്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം, ഡേറ്റ് പ്രഖ്യാപിച്ച ശേഷവും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം 40 ദിവസം അവർക്ക് മുന്നിലുണ്ട്. പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുവാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ 40 ദിവസം എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് തീയതി കൂടി പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ മുന്നണികളും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളും വളരെ ആവേശത്തിലാണ്. അനുജ, കോഴിക്കോട് ജില്ലയിൽ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും വലിയ ആവേശത്തിലാണ് എന്നതാണ് രാഹുൽ സുരേഷ് നൽകിയ വിവരം. അങ്ങനെ രാജ്യം ഇനി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്നു. കുറച്ചുകൂടി തെരഞ്ഞെടുപ്പ് അംഗം കൊഴുക്കുകയാണ്. ഏപ്രിൽ 26-ന് കേരളത്തിൽ 2ാം ഘട്ടത്തിലാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. 7 ഘട്ടമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒപ്പം 4 നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതിയും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.